നേരെ മറിച്ച് സമൂഹത്തിലെ പൗരോഹിത്യം മുസ്ലിം സമൂഹത്തോട് അടിസ്ഥാനപരമായി തന്നെ പ്രഖ്യാപിച്ചത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കേണ്ട ബാധ്യത സാധാരണ ജനങ്ങൾക്കില്ല എന്നാണ്. അത് സമൂഹമധ്യത്തിൽ ശക്തമായി പ്രചരിപ്പിക്കപ്പെടുകയും അതിന്റെ ഭാഗമായി പ്രഭാഷണങ്ങൾക്ക് പുറമെ പുസ്തകങ്ങൾ വരെ രചിക്കപ്പെടുകയുമുണ്ടായി. ആ രൂപത്തിൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് 1982 ജനുവരി മാസം പുറത്തിറങ്ങിയ തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ ഒരു ഹെഡിങ് കാണാം. എന്താണ് അവിടെ പറയുന്നത്? ഖുർആനിന്റെ അർത്ഥങ്ങളും പൊതുജനങ്ങളുമായുള്ള ബന്ധവും എന്നാണ്. അതിന്റെ ചുവട്ടിൽ എഴുതിവെച്ചിട്ടുള്ളത് ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. ആ വാചകത്തിന്റെ ഗൗരവം എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ നിന്നൊരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ലെന്ന് മാത്രമല്ല, ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല എന്ന് പറയാൻ വേണ്ടി ഒരു പുസ്തകം എഴുതിയത് മുസ്ലിം സമുദായത്തോട് നേർക്കുനേരെ ശത്രുത പ്രഖ്യാപിച്ച ഒരു ഓറിയന്റലിസ്റ്റ് അല്ല. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തകാവകാശം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അവകാശപ്പെടുകയും മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം ഞങ്ങളുടെ കയ്യിലാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ ഔദ്യോഗിക വാഗ്ദാവായിരുന്ന EK ഹസൻ മുസ്ലിയാർ എന്ന വ്യക്തിയാണ് ഈ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിലാണ് പറയുന്നത്, ഖുർആനിൽ നിന്നൊരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്തുമില്ല. ഇത് പറയുമ്പോ ഒരുപക്ഷെ ഇതിന് തെറ്റിദ്ധരിപ്പിക്കലുകൾ പിന്നീട് വന്നേക്കാം. എന്താ തെറ്റിദ്ധരിപ്പിക്കൽ? മൗലവി അത് സാധാരണക്കാർ അർത്ഥം പഠിക്കണ്ട എന്നാ പറഞ്ഞത്. നേരെ മറിച്ച് സമൂഹത്തിലെ ആലിമീങ്ങൾ ഖുർആൻ പഠിച്ചും മനസ്സിലാക്കിയും അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നും അങ്ങനെ ഖുർആനെ സംബന്ധിച്ച് പഠിച്ചിട്ട് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. സാധാരണക്കാർക്ക് അത് നിർബന്ധമില്ല, ഖുർആൻ പഠിക്കൽ നിർബന്ധമില്ല. എല്ലാവർക്കും കോളേജിൽ പോകാനോ ദർസിൽ പോകാനോ ഒന്നും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് സമൂഹത്തിൽ പണ്ഡിതന്മാർ പഠിച്ചിട്ട് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കും. സാധാരണക്കാർക്ക് അത് നിർബന്ധമല്ല എന്ന അർത്ഥത്തിലാണിത് പറഞ്ഞത് എന്ന് നാളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. ഇനി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെങ്കിൽ ഈ പുസ്തകത്തിന്റെ 34-ാം പേജിൽ ആ വാദത്തിന് മറുപടി പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറയുന്നു നോക്കൂ. എന്റെ ഉസ്താദുമാരടക്കം, ആരുടെ ഉസ്താദ്? EK ഹസൻ മുസ്ലിയാരാ പറയുന്നത്. എന്റെ ഉസ്താദുമാരടക്കം പഴയ ആലിമീങ്ങൾ ഖുർആൻ വാക്കുകൾ ഉദാഹരണമായി വരുമ്പോൾ അതിന്റെ വിധി വിവരിച്ചു തരികയല്ലാതെ അർത്ഥം പറയാറില്ല. ചെറുപ്പകാലഘട്ടങ്ങളിൽ നഹ്വ് പഠിക്കുമ്പോ, അറബി ഗ്രാമർ വിശദീകരിക്കുമ്പോ ഒരു നിയമത്തിന് ഉദാഹരണമായി ഖുർആനിലെ ആയത്ത് വന്നാൽ ആ ആയത്തിൽ പറഞ്ഞ അതിന്റെ വിധി എന്താണെന്ന് വിവരിച്ചു തരികയല്ലാതെ ആ ആയത്തിന്റെ അർത്ഥം പറയാറില്ല. ഇനി ആ ഖുർആനിലെ ആയത്ത് ആ അറബി ഗ്രാമർ പഠിക്കുന്ന നഹ്വിന്റെ കിതാബിൽ കാണുമ്പോ എന്താ ഉസ്താദേ ആ ആയത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ അപ്പോഴും അതിന് അർത്ഥം പറഞ്ഞു കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ EK ഹസൻ മുസ്ലിയാർ പറയുന്നു, ചോദിച്ചാൽ തന്നെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ തന്നെ അർത്ഥം പറയരുത്, പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നു. അപ്പൊ പഴയകാല ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിന് അർത്ഥം പറഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ അതുവഴി പിഴച്ചു പോകുമെന്ന് വിശ്വസിക്കുന്നവരായിരുന്നുവെന്ന് പുസ്തകം എഴുതിവിട്ടത് 1982 കാലഘട്ടങ്ങളിലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പഠിച്ചാൽ പിഴച്ചു പോകുമെന്ന വാദം മാദല്ലാഹ് എത്രമാത്രം പിഴച്ച വാദമാണിത്. കാരണം ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞത് മനുഷ്യരെ പിഴപ്പിക്കുന്ന ഗ്രന്ഥമെന്നാണോ?
ഒരിക്കലും അല്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം. ഏത് ഖുർആൻ എന്ന് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അതേ ലോകത്തിന് മാർഗദർശകമായ, ലോകത്തുള്ള സർവമാന മനുഷ്യർക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനമായി കൊണ്ട് സുവ്യക്ത തെളിവുകളുമായി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ. ആ ഖുർആൻ ജനങ്ങളെ പിഴപ്പിക്കുന്ന കിതാബല്ല, നേരെ മറിച്ച് ജനങ്ങൾക്ക് വഴികാട്ടുന്ന കിതാബാണെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കുമ്പോ വിശുദ്ധ ഖുർആനിന്റെ പ്രാരംഭ സൂക്തങ്ങൾ തന്നെ ഈ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതാ ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ യാതൊരുവിധ സംശയത്തിനും അവകാശമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ജനങ്ങൾക്ക് വഴികാട്ടിയാകുന്നു ഈ കിതാബ്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വഴികാട്ടിയാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുമ്പോ 1982 കാലഘട്ടങ്ങളിൽ പോലും പുസ്തകമിറക്കിക്കൊണ്ട് പൗരോഹിത്യം പറയുകയാണ്, ഖുർആനിന്റെ അർത്ഥം പറഞ്ഞാൽ പിഴച്ചു പോകും. അതുകൊണ്ട് തന്നെ പഴയകാല ആലിമീങ്ങൾ ഖുർആനിന്റെ അർത്ഥം പറയാറില്ല. ഖുർആനിക ആയത്തുകൾ എവിടെയെങ്കിലും ഉദാഹരണമായി വന്നാൽ പോലും അവിടെ അതിന്റെ വിധി വിവരിച്ചു തരികയല്ലാതെ ഒരിക്കലും അർത്ഥം പറയാറില്ല. ചോദിച്ചാൽ തന്നെ പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നു. മാന്യ സഹോദരങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു ചിന്താഗതി മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോ സ്വാഭാവികമായും ഖുർആനിന്റെ അർത്ഥമറിയാത്തൊരു സമൂഹമായി സമൂഹം മാറി. ഖുർആനിന്റെ ആശയം എന്താണെന്നറിയാത്തൊരു സമൂഹമായി സമൂഹം മാറി. ഖുർആനിന്റെ ആദർശം എന്താണെന്നറിയാത്തൊരു സമൂഹമായി സമൂഹം മാറി. ഖുർആനുമായി അകന്ന് ജീവിക്കുന്നൊരു സമൂഹമായി സമൂഹം മാറി. അങ്ങനെ വന്നപ്പോഴോ ഈ സമുദായം എല്ലാ രംഗത്തും പിന്തള്ളപ്പെടുന്നൊരു അവസ്ഥ സംഗതമായി. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് പഠിക്കുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരു കമ്മീഷൻ നിശ്ചയിക്കുകയും ആ കമ്മീഷൻ മുസ്ലിം സമുദായത്തെ കുറിച്ചുകൊണ്ട് പഠിക്കുകയും അങ്ങനെ പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അവര് പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ പാണനേക്കാൾ പറയനേക്കാൾ അധസ്ഥിത അധികൃത വിഭാഗങ്ങളെക്കാൾ ഒന്നിനും കൊള്ളാത്തവർ മുസ്ലിങ്ങളാണ് കേട്ടോ. ഇത് നമ്മൾ പറയുകയല്ല, ഇതൊരാരോപണം ഉന്നയിക്കുകയല്ല. നേരെ മറിച്ച് നമ്മുടെ ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു കമ്മീഷൻ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പഠിച്ചിട്ട് പറയുകയാണ്, നമ്മുടെ നാട്ടിലെ പാണനേക്കാളും പറയനേക്കാളും അധസ്ഥിത അധികൃത വിഭാഗങ്ങളെക്കാളും തരംതാന്നു പോയത് മുസ്ലിങ്ങളാണ് എന്ന് ഞാൻ പറയുമ്പോ അത് മൗലവി തട്ടി മൂളിക്കുകയാണെന്ന് നാളെ ആരും എന്ന് പറയണ്ട. അതുകൊണ്ട് തന്നെ ആ വിവരം ഒരു സഖാഫി തന്നെ പറയട്ടെ. ഇസ്ലാമിന്റെ ദീപനാടി അറിവാണ്. അറിവ് കിടക്കുന്നത് ചൈനയിലാണെങ്കിൽ, അമേരിക്കയിലാണെങ്കിൽ, ആഫ്രിക്കയിലാണെങ്കിൽ അത് അവിടെ പോയി പഠിക്കണം കേട്ടോ. അവിടെ രാഷ്ട്രീയം നോക്കരുത്, അവിടെ വിരോധം നോക്കരുത്, അവിടെ മതം നോക്കരുത്, കക്ഷി നോക്കരുത്. അറിവാണ് മനുഷ്യന്റെ വിജയമെന്ന് ലോകത്ത് പഠിപ്പിച്ച നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സമുദായത്തിനെ പറ്റി സച്ചാർ എന്ന് പറയുന്ന ജഡ്ജി വിളിച്ചു പറയുന്നു, ഇന്ത്യ രാജ്യത്തെ കൊലയനേക്കാൾ പാണനേക്കാൾ, ഇന്ത്യ രാജ്യത്തെ അധസ്ഥിത അധികൃത വർഗങ്ങളെക്കാൾ ഒന്നിനും കൊള്ളരുതാത്തവര് മുസ്ലിമീങ്ങളാകുന്നു. നാണമില്ലേ മുസ്ലിമീങ്ങളെ? നമ്മളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എവിടെയാണ് കിടക്കുന്നത്? വിവരമില്ലാത്ത മതമാണോ ഇസ്ലാം? വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മതമാണോ ഇസ്ലാം? ഒരിക്കലും അല്ല. നേരെ മറിച്ച് പൗരോഹിത്യം ഈ സമുദായത്തെ പഠിപ്പിച്ചില്ല. ഇസ്ലാം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി, വിവരത്തിന് ഇസ്ലാം പ്രാധാന്യം നൽകി. പക്ഷേ ഈ സമൂഹത്തോട് പൗരോഹിത്യം പറഞ്ഞു ഖുർആൻ തന്നെ പഠിക്കണ്ട, ഖുർആനിന്റെ അർത്ഥം തന്നെ പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല എന്ന്.